വചനം തിരുവചനം. ഷാലോം പ്രേക്ഷകർക്ക് വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വളർന്നു വന്നു. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വചനമാണ്. ലൂക്കാസ് സുവിശേഷകൻ ഈശോ മിശിഹായുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വളർന്നു വന്നു എന്നാണ്. കത്തോലിക്ക സഭ ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരെയും മക്കൾ വിശ്വാസത്തിലും വിദ്യാഭ്യാസത്തിലും ഒരുപോലെ വളരണം. അതിനുള്ള 2 മാർഗങ്ങളാണ് നമ്മുടെ പള്ളിയും അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളിക്കൂടവും. പള്ളിയിൽ വെച്ച് വിശ്വാസത്തിലുള്ളൊരു വളർച്ച, വിശ്വാസത്തിലൂടെയുള്ള ഒരു വിശുദ്ധീകരണമാണ്. യഥാർത്ഥത്തിൽ ദൈവാലയം എന്ന് പറയുന്നത് ഒരു വിശുദ്ധീകരണ സ്ഥലമാണ്, ഒരു ഹോളി റിഫൈനറിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മാമോദീസായ്ക്കായി ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ദൈവവചനമാകുന്ന വിശുദ്ധജലം തളിച്ച് ആ സമൂഹത്തിലേക്ക് ഔദ്യോഗികമായി ആ കുഞ്ഞിനെ സ്വീകരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ വലിയ ഉത്തരവാദിത്തം, തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും വലിയ ഉത്തരവാദിത്തം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ കുഞ്ഞിനെ ഇനി അറിവിനോടൊപ്പം ആത്മീയത കൂടി കൊടുത്ത് വളർത്തേണ്ടിയിരിക്കുന്നു. അമ്മയെയും അപ്പനെയും ഓർമ്മപ്പെടുത്തുകയാണ്, മുലപ്പാലിനോടൊപ്പം മൂല്യങ്ങൾ കൂടി കൊടുത്ത് ഈ കുഞ്ഞിനെ വളർത്തണമെന്ന്. അപ്പോൾ ദൈവാലയം കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട്, ജ്ഞാനസ്നാനവും സ്ഥൈലേപനവും സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ഔദ്യോഗികമായിട്ട് സഭാഗാത്രത്തിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്. അതായത് ദൈവാലയം വിശുദ്ധീകരിക്കാനുള്ള അവസരമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നു, ഒരു 3 വയസ്സ് 4 വയസ്സാകുന്ന അവസരത്തിൽ ഈ കുഞ്ഞിനെ നമ്മൾ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ LKG UKG ആ തരത്തിലുള്ള സ്കൂളിലേക്ക് ഈ കുഞ്ഞിൻ്റെ സാമൂഹ്യ ജനനം, ഒരു സോഷ്യൽ ബർത്ത് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അത് ബുദ്ധിയുടെ വിശുദ്ധീകരണം. അപ്പോൾ വിശ്വാസത്തിലും യുക്തിയിലും ഒരുപോലെ കുഞ്ഞുങ്ങൾ വളരുക എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ നിലപാട്. അത് വചനത്തിൽ ഊന്നിയതാണ്. ഈശോ മിശിഹായുടെ പരിശീലനം അവർ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വളർന്നു. ജ്ഞാനത്തിൽ വളർന്നു എന്ന് പറഞ്ഞാൽ ദൈവികമായ അറിവ് വിശ്വാസത്തിൽ വളർന്നു. പ്രായത്തിൽ വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായത്തിനനുസരിച്ചുള്ള ബുദ്ധിശക്തിയും പക്വതയിലേക്കും അവൻ വളരുവാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനം വളരെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസവും യുക്തിയും ഒരു പക്ഷിയുടെ 2 ചിറകുകളാണ്. ഒരു പക്ഷിക്ക് ഒരിക്കലും ഒറ്റ ചിറകിൽ പറന്നുയരാൻ പറ്റാത്തതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വേണ്ട ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള പരിശീലനത്തിൻ്റെ സമതുലിതാവസ്ഥ എന്ന് പറയുന്നത് വിശ്വാസവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും. നമുക്കറിയാൻ സാധിക്കും, വിശുദ്ധ ചാവറയച്ചൻ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ കേരള സമൂഹത്തോട് പറഞ്ഞു, നമുക്ക് പള്ളി മാത്രം പോരാ, നമുക്ക് പള്ളിക്കൂടവും വേണം. ഇന്ന് ഈ ക്രൈസ്തവ സമൂഹം, ഇന്ന് ഈ കേരള സഭയിൽ, കേരള സമൂഹത്തിൽ ഇത്രമാത്രം ഉയർന്നു വന്നതിൻ്റെയും ഇത്രമാത്രം കാര്യപ്രാപ്തി ഉണ്ടായതിൻ്റെയും പിന്നിൽ ഈ ഒരു ബാലൻസാണ്, ഈ ഒരു സയൻസാണ്. ഇന്ന് പലപ്പോഴും സഭയെ രൂക്ഷമായി വിമർശിക്കുന്നവരും സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരും സഭയ്ക്കെതിരെ വ്യാജമായ പ്രചരണങ്ങൾ നടത്താനായിട്ട് അച്ചുകൂടം നിരത്തുന്നവരൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ക്രൈസ്തവ മിഷണറിമാർ ഈ കേരള സഭയ്ക്ക് നൽകിയ സംഭാവന എന്താണെന്നുള്ളത്. വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും വേണമെന്നുള്ളതാണ് അന്നും ഇന്നും കത്തോലിക്ക സഭയുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് പള്ളി സ്ഥാപിച്ച സ്ഥലങ്ങളിലൊക്കെ പള്ളിക്കൂടം കൂടെ വേണമെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഇന്നത്തെ മാതാപിതാക്കളോട് നമ്മൾ ഒരു കാര്യം വീണ്ടും പറയേണ്ടിയിരിക്കുന്നു, പള്ളിക്കൂടം മാത്രം പോരാ, പള്ളി കൂടി വേണമെന്ന് ഇന്ന് നമ്മുടെ മാതാപിതാക്കളോട് പറയേണ്ടിയിരിക്കുന്നു. ചാവറയച്ചൻ ഒരു കാലത്ത് പറഞ്ഞു, പള്ളി മാത്രം പോരാ, പള്ളിക്കൂടം കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള, ബുദ്ധിശക്തിയിൽ വളരുവാനുള്ള, അവർക്ക് വിശ്വാസ പരിശീലനത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പരിശീലനം കൂടെ കൊടുക്കുവാനുള്ള ഒരു മുന്നറിയിപ്പ് അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ചാവറയച്ചൻ പറയും, ഇന്ന് കേരള സഭ ഇന്ന് മാതാപിതാക്കൾ പറയുകയാണ്, നമ്മുടെ പള്ളിക്കൂടം മാത്രം പോരാ, എൻട്രൻസ് മാത്രം പോരാ, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് മാത്രം പോരാ, വിശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അപകടം മുൻപിലുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. വിജ്ഞാന പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ സന്തതി പരമ്പരകൾക്ക് ഭീകരമായ ദുരന്തം സംഭവിക്കും. അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ സന്തതി പരമ്പരകൾക്ക് വലിയ ദുരന്തം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ
വിശ്വാസം കൊടുക്കാതെ വിദ്യാഭ്യാസം മാത്രം മതിയെന്ന് പറഞ്ഞ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേരിൽ മറ്റ് പരീക്ഷകളുടെ പേരിൽ ഞായറാഴ്ച കുർബാന പോലും മുടക്കിക്കൊണ്ട് കൂദാശകളെ അവഗണിച്ചുകൊണ്ട് പള്ളിയെ അവഗണിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിൽ വിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചിരിക്കുന്ന മാതാപിതാക്കളെ തിരുത്താൻ സമയമായി. തിരിഞ്ഞു നോക്കുക, തിരിച്ചറിയുക, തിരുത്തുക. നാം ഇന്ന് കാണുന്നുണ്ട്, ഇന്ന് കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. 23 പേർ ഒരു ദിവസം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നുവെന്ന് ഗവൺമെൻറ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ആത്മഹത്യ ചെയ്യുന്നവരിൽ ഒരു വലിയൊരു ശതമാനവും നമ്മുടെ സമൂഹത്തിലുള്ളവരാണെന്നുള്ളൊരു സത്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആ ആത്മഹത്യയിലൊക്കെ പിന്നെ നോക്കിക്കോ, ഒരു മനുഷ്യ വ്യക്തിക്ക് ആവശ്യമായ ശാരീരിക ഊർജ്ജം ശാസ്ത്രീയമായി പറഞ്ഞാൽ 30% മതി. ഒരു വ്യക്തിയുടെ മാനസിക വളർച്ചയ്ക്കുള്ള ഊർജ്ജം അതും വേണം ഒരു 30%. അപ്പോൾ 30-60% കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഒരു 40% സ്പിരിച്വൽ എനർജി, ആത്മീയ ഊർജ്ജം ആവശ്യമാണ്. ഈ ഒരു പരമസത്യം, ഈ ശാസ്ത്രീയ സത്യം നിഷേധിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിൽ വിട്ട് മാത്രം നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ അത് കുടുംബത്തിൻ്റെ അടിത്തറ ഇളകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ മാർക്ക് മേടിക്കുന്ന ഒരു കുട്ടി എന്നതിനോടൊപ്പം തന്നെ കൂടുതൽ മാർക്ക് മേടിക്കുകയും നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിൽ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ വിശ്വാസവും വിദ്യാഭ്യാസവും തമ്മിൽ സമഞ്ജസമായി സമ്മേളിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ വചനം പറയുകയാണ്, ദൈവഭയം ഇല്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകുന്നതിലും ഭേദം ഉണ്ടാകാതിരിക്കുന്നതാണ്. ദൈവഭയമില്ലാത്തവർക്ക്, ദൈവത്തെ ആരാധിക്കാത്ത, ദൈവത്തെ ഏറ്റുപറയാത്ത, ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത മാതാപിതാക്കൾക്ക് മക്കളുണ്ടായിട്ട് കാര്യമില്ല. കാരണം ദൈവത്തെ മറന്ന കുടുംബത്തിലൊക്കെ താന്തോന്നികൾ ജനിച്ചിട്ടുണ്ട്. ഈ താന്തോന്നികളാണ് കുടുംബത്തെ തകർത്തതെന്നും അനുഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, അനീതി പ്രവർത്തിക്കുന്നവൻ്റെ കുടുംബത്തിൽ നിന്നും സമ്പത്ത് കുത്തിയൊഴുക്ക് പോലെ അപ്രത്യക്ഷമാകും, ഭയാനകമായ ഇടിമുഴക്കം പോലെ അത് തകർന്നു പോകും. വിശ്വാസത്തിൽ അടിയുറയ്ക്കാത്ത കുടുംബത്തിൽ ഏത് വിധത്തിലെയും സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനം വരുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ അടിത്തറ കുടുംബത്തിൽ തകർന്നാൽ ഭയാനകമായി ഇടിമുഴക്കം പോലെ കുടുംബം തകർന്നു പോകുന്ന വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 13-ാമത്തെ വചനം പറയുകയാണ്, ഉപകാരത്തിന് പകരം ഉപദ്രവം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടകലുകയില്ല. ഉപകാരത്തിന് പകരം ഉപദ്രവം ചെയ്യുന്നവൻ്റെ കുടുംബത്തിൽ നിന്ന് തിന്മ വിട്ടകലുകയില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വലിയൊരു കൂട്ടുത്തരവാദിത്വമുണ്ട്. ഈ കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വിശ്വാസത്തിലും വിദ്യാഭ്യാസത്തിലും രൂപകൽപ്പന ചെയ്യുക എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സഭ ഏറ്റവും കൂടുതലായിട്ട് മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത് ഇതാണ്. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമുള്ള മാതൃത്വവും ഉത്തരവാദിത്തമുള്ള പിതൃത്വം എന്ന് പറയുന്നത് വിശ്വാസത്തിലും വിദ്യാഭ്യാസത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകുക എന്നുള്ളതാണ്. കാരണം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും, മനുഷ്യ വ്യക്തി എത്ര സംസ്കൃതരാണെങ്കിൽ പോലും ആ മനുഷ്യ വ്യക്തിയുടെ ഉള്ളിൽ ചില കാട സ്വഭാവങ്ങൾ കിടപ്പുണ്ടെന്ന് മനഃശാസ്ത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാടനിൽ നിന്നും നാടനിലേക്ക് സംസ്കരിക്കാൻ വിശ്വാസവും വിദ്യാഭ്യാസവും ഒരുപോലെ തന്നെ ആവശ്യമാണ്. കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്ന അപ്പസ്തോലിക രേഖയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട്, കുടുംബമാണ് പ്രഥമ ദൈവാലയം. ദൈവാലയത്തിൽ ഒരു പുരോഹിതനുണ്ട്, കൂദാശകൾ പരികർമ്മം ചെയ്യുന്നുണ്ട്. ദൈവകൃപ ദൈവജനത്തിന് സമർത്ഥമായി നൽകുന്ന ദൈവകൃപയുടെ വിതരണക്കാരനാണ് ഒരു പുരോഹിതൻ. വചനം പഠിപ്പിച്ചും നയിച്ചും വിശുദ്ധീകരിച്ചും ആണ് ഒരു പുരോഹിതൻ ഒരു ഇടവക സമൂഹത്തെ രൂപപ്പെടുത്തുന്നതെങ്കിൽ കുടുംബമെന്ന ദൈവാലയത്തിലെ പ്രധാന പുരോഹിതരാണ് അപ്പനും അമ്മയും. അതുകൊണ്ട് ഒരു പുരോഹിത ദൗത്യം കുടുംബത്തിൽ മാതാപിതാക്കളെ കൊണ്ട് പഠിപ്പിക്കുക, ദൈവിക കാര്യങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഒരു പുരോഹിത ദൗത്യം എന്നതിൽ പുരോഹിതർക്കുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബമെന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും പ്രാധാന്യം കൊണ്ട് വലുത് കുടുംബം എന്നുള്ളതാണ്. ഈ കുടുംബത്തിലാണ് മാനുഷിക മൂല്യങ്ങൾ തിരിതെളിക്കുന്നത്. ഈ കുടുംബത്തിൽ നിന്നുമാണ് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നത്. മനുഷ്യ ജീവിതത്തെ ഊതിക്കാച്ചിയെടുക്കുന്ന ഉലയാണ് കുടുംബം എന്ന് പറഞ്ഞതിൻ്റെയും അർത്ഥവും ഇതുതന്നെയാണ്. മാനുഷിക മൂല്യങ്ങൾ, പ്രത്യേകിച്ച് ഫാമിലി ഈസ് എ സ്കൂൾ ഓഫ് ഹ്യൂമൻ സ്കിൽസ്, ഹ്യൂമൻ വാല്യൂസ്, ഹ്യൂമൻ വാല്യൂസ്. അതുകൊണ്ടാണ് മൂല്യങ്ങളൊന്നും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, അത് വലിച്ചെടുക്കുന്നതാണ്, കണ്ടുപഠിക്കുന്നതാണ്. അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും മാനുഷിക മൂല്യങ്ങൾ വലിച്ചെടുക്കാനായിട്ട്, കണ്ടുപഠിക്കാനായിട്ട്, ജീവിച്ച് അനുഭവിച്ച് പഠിക്കാനായിട്ട്
മക്കൾക്ക് സാധിക്കുന്നത് യഥാർത്ഥത്തിൽ കുടുംബത്തിലുള്ള ഒരു ദൈവികമായിട്ടുള്ള അന്തരീക്ഷമാണ്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വളർന്നു വരികയാണ്. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ട വലിയൊരു മേഖലയാണ് ഈ മൂല്യങ്ങളുടെ ഒരു റേഡിയേഷൻ, മൂല്യങ്ങളുടെ ഒരു വികിരണം കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. മാതാപിതാ ഗുരു ദൈവം. മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും ഗുരുക്കന്മാരെ ആദരിക്കുവാനും ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കൃപയുടെ വഴിയിലൂടെ വളർന്നു വരുവാനുമുള്ള വലിയ ഒരു താല്പര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്നും പകർന്നു കൊടുക്കേണ്ടതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവളുടെ മാതാപിതാക്കൾ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമമനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചുവെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനം സൂസന്നയെ പറ്റി പറയുകയാണ്. ഇന്ന് വിശ്വാസത്തോടൊപ്പം വിദ്യാഭ്യാസവും കൊടുക്കണമെന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രധാനമായിട്ടും പഠിപ്പിക്കേണ്ട 2 കാര്യമാണ്. 1, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. 2, സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഈ 2 കാര്യങ്ങൾ പഠിച്ച ഒരു കുഞ്ഞും ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതിൻ്റെ വാറണ്ടിയും ഗ്യാരണ്ടിയും നമുക്കുണ്ട്. കാരണം ദൈവത്തെ ആരാധിക്കുവാനും ജീവിതത്തിൻ്റെ ഏതൊരു നൊമ്പരങ്ങളിലും തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനും ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ആഴമായ ബോധ്യമുള്ള ഒരു യുവാവ്, ഒരു യുവതി ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവിൻ്റെ ഇടയനാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യും. ജീവിതത്തിലെ പ്രയാസങ്ങളുടെ മുൻപിൽ ആത്മഹത്യയല്ല അതിന് പരിഹാരമെന്നുള്ള തിരിച്ചറിവ് ദൈവമായ കർത്താവ് ഈ വചനത്തിലൂടെ അവർക്ക് ലഭിക്കും. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. 2ാമതായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥന പ്രായോഗികമാക്കുന്നതാണ് സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കുക. കഴിഞ്ഞ വർഷം അമേരിക്കയിലെ നടന്ന ഒരു വലിയ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ WHO മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ, ഹാപ്പിയായി ജീവിക്കാൻ, ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ 2 കാര്യങ്ങളാണ് സയൻസ് അവിടെ മുന്നോട്ട് വെച്ചത്. 1, ജോലി ചെയ്യാൻ പഠിപ്പിക്കുക, എന്തൂസിയാസം ടു വർക്ക്. 2, സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പഠിപ്പിക്കുക, എന്തൂസിയാസം ടു ബി കമ്പാഷനേറ്റ്. സ്നേഹത്തോടെ ജോലി ചെയ്യാൻ സാധിക്കുക, സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുക. നമ്മുടെ വരുന്ന തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ അടിത്തറയിടാൻ പറ്റിയ നല്ലൊരു കാര്യമാണ്. വചനം നമുക്ക് മുൻകൂട്ടി നൽകുന്നൊരു കാര്യമാണ്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, സ്നേഹിക്കാൻ പഠിപ്പിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 15-16 വാക്യങ്ങളിലായിട്ട് ഏത് കുടുംബമാണ് ദൈവതിരുസന്നിധിയിൽ നിലനിൽക്കുന്നത്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം സംരക്ഷണം കൊടുക്കുന്ന കുടുംബത്തെപ്പറ്റി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ പ്രത്യേകത ദൈവം പറയുകയാണ്, നീതിയുടെ മാർഗത്തിൽ ചരിക്കുന്ന കുടുംബം 1. 2, സത്യം മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുടുംബം. 3, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്ന കുടുംബം. 4, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈകുടയുന്ന കുടുംബം. 5ാമതായിട്ട് രക്തച്ചൊരിച്ചിലിനെ കുറിച്ച് കേൾക്കാതിരിക്കാനായിട്ട് ചെവി പൊത്തുന്ന കുടുംബം. 6ാമതായിട്ട് തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണടയ്ക്കുന്ന കുടുംബം. ഈ കുടുംബത്തിന് ദൈവം കൊടുക്കുന്നൊരു വാഗ്ദാനമുണ്ട്. 1ാമത്തെ വാഗ്ദാനം, ആ കുടുംബത്തിൽ ഉന്നതൻ അവൻ്റെ കുടുംബത്തിൽ വസിക്കും, ആ കുടുംബം ഉന്നതങ്ങളിൽ വസിക്കും. 1. 2ാമതായിട്ട് ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധം ഉറപ്പിക്കും. വലിയ മലകളാൽ ശത്രുവിനെതിരെ ദൈവമായ കർത്താവ് ശിലാദുർഗങ്ങളാൽ ആ കുടുംബത്തിന് സംരക്ഷണം നൽകും. 3ാമതായിട്ട് പറയുകയാണ്, അവർക്കൊരിക്കലും ആഹാരം മുടങ്ങുകയില്ല. 4ാമതായിട്ട് പറയുകയാണ്, ആ കുടുംബത്തിന് എന്നും ദാഹജലം കിട്ടും, ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന്. കർത്താവേ, നിൻ്റെ കൂടാരത്തിൽ ആര് വസിക്കും എന്ന് 15-ാം സങ്കീർത്തനത്തിൽ ചോദിക്കുന്നതും മറ്റൊരർത്ഥത്തിൽ ഇതുതന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ദൈവത്തോടൊത്തുള്ള നിലനിൽപ്പാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ വചനം കേട്ട് നമ്മുടെ കുടുംബത്തെ ആ തരത്തിൽ രൂപപ്പെടുത്തുകയാണെങ്കിൽ ഈ കുടുംബം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വചനം പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമോ അവിടുത്തെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് ദൈവവചനത്തെ നിസ്സാരവൽക്കരിക്കുന്നതാണ്, ദൈവവചനത്തെ തിരസ്കരിക്കുന്നതാണ്, ദൈവവചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാത്തതാണ്. ആദ്യ കുടുംബത്തിൻ്റെ പരാജയം തന്നെയായിരുന്നു, അവർ ദൈവവചനത്തെ തിരസ്കരിച്ചു.
ദൈവത്തോട് ആലോചന ചോദിക്കാതെ, വഴിയെ പോയവരോട് ആലോചന ചോദിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കാതെ സാമൂഹിക സാമ്പർക്ക മാധ്യമങ്ങളിലൊക്കെ വിവരങ്ങൾക്കനുസരിച്ച് കുടുംബത്തെ ക്രമീകരിക്കുന്ന എല്ലാ കുടുംബത്തിനും വരാൻ പോകുന്ന ഒരു ദുരന്തമാണ് ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിച്ചാൽ അത് കുടുംബത്തിൻ്റെ നാശത്തിന് കാരണമാകുമെന്നുള്ള വലിയ ഒരു മുന്നറിയിപ്പ്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നു. ഈശോ രക്ഷകനാണ്. ഈ രക്ഷകൻ എവിടെയാണ് ജനിച്ചത്? തിരുക്കുടുംബത്തിലാണ്. കൃപാപൂരിതയായ മറിയത്തിൻ്റെ ഉദരത്തിലും നീതിമാനായ യൗസേപ്പിൻ്റെ ഹൃദയത്തിലുമാണ് മിശിഹ അല്ലെങ്കിൽ രക്ഷകൻ പിറന്നത്. ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ രക്ഷകൻ പിറക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് കൃപാപൂരിതയായ ഒരമ്മയും നീതിമാനായ ഒരപ്പനും കൂടുമ്പോൾ തിരുക്കുടുംബമുണ്ടാകും. അവിടെ ജനിക്കുന്ന മക്കൾ രക്ഷകരായി തീരും, മിശിഹാമാരായി തീരും. സഭയ്ക്കും സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കും അവർ പ്രിയങ്കരായി വളരും. അവർ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സന്നിധിയിൽ വളർന്നു വരും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ കൊടുക്കേണ്ട ഒരു പുതിയ ഊന്നൽ എന്നല്ല, പഴയ ഊന്നൽ തന്നെയാണ് കുടുംബത്തിലേക്ക് തിരിച്ചു പോവുക. ജ്ഞാനത്തിലും പ്രായത്തിലും നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരും വളരുവാനായിട്ട് സാധിക്കട്ടെ. വിശ്വാസത്തെ അവഗണിച്ചുകൊണ്ടുള്ള യുക്തി അപകടത്തിലെത്തും. അതുപോലെ യുക്തിയെ അവഗണിച്ചുകൊണ്ടുള്ള വിശ്വാസവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് മുടന്തുള്ളതായിരിക്കും. അത് മുന്നോട്ടധികം പോകുവാനായിട്ട് സാധിക്കുകയുമില്ല. അന്ധമായ യുക്തിയിലുള്ള ആരാധന അപകടത്തിലെത്തും. അന്ധമായിട്ടുള്ള യുക്തിയുടെ വെളിച്ചത്തിൽ പ്രത്യേകിച്ച് സയൻസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശ്വാസവും സഭയൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വിശ്വാസത്തിനും യുക്തിക്കും പള്ളിക്കും പള്ളിക്കൂടത്തിനും ഒരേ പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. ചാവറയച്ചൻ ഒരിക്കൽ ഓർമ്മിപ്പിച്ചു, നമുക്ക് പള്ളി മാത്രം പോരാ, പള്ളിക്കൂടവും വേണമെന്ന്. ഇന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, പള്ളിക്കൂടം മാത്രം പോരാ, നമുക്ക് പള്ളി കൂടി വേണമെന്നുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ്. ഈ കാലഘട്ടത്തിന് ശബ്ദമായിട്ട് ദൈവാത്മാവിൻ്റെ വെളിപ്പെടുത്തലായിട്ട് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമ്മുടെ കുടുംബങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും തിരുക്കുടുംബത്തിൻ്റെ മഹനീയ മാതൃകയിൽ നമ്മുടെ കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.